നിമിഷപ്രിയയുടെ മോചനം എത്രയും വേഗം നടക്കട്ടെ. മറ്റന്നാൾ ആ കുട്ടിക്ക് വധശിക്ഷ നടപ്പാക്കാൻ പോവുകയാണെന്ന് കേൾക്കുന്നു. വളരെ സങ്കടകരമായൊരു വാർത്തയാണ് യമനിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ നിയമങ്ങൾ മാക്സിമം നമ്മുടെ സർക്കാരും എല്ലാം ഇടപെട്ടിട്ടും അതിന് അവരുടെ വധശിക്ഷയിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ വധശിക്ഷ മാറ്റിവെക്കുമെന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആ വധശിക്ഷ നടപ്പാക്കിയാൽ അത് നമ്മൾക്കൊക്കെ തന്നെ വളരെ സങ്കടമുണ്ടാക്കുന്നൊരു കാര്യമായിരിക്കും. അവരെ രക്ഷിക്കാൻ ബ്ലഡ് മണിയാണ് ആവശ്യമെങ്കിൽ കേരളത്തിലെ ഏകദേശം 3-3.5 കോടി ജനങ്ങളുണ്ട്. ഒരാൾ ഒരു 5 രൂപ വെച്ച് ഗൂഗിൾ പേ ചെയ്താൽ പോലും ഇത്രയും തുക ഉണ്ടാക്കാൻ മലയാളിക്ക് ഒരു താമസവും ഉണ്ടാകാം. തന്നെയുമല്ല, വലിയ പണക്കാരൊക്കെ ധാരാളമുള്ള നാടാണ് നമ്മുടേത്. അവരെല്ലാം ഒന്ന് മനസ്സ് വിചാരിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ ആ പൈസ കൊടുത്താൽ അവരെ ഇറക്കാൻ സാധിച്ചാൽ, ബ്ലഡ് മണി കൊടുത്താൽ അവർക്ക് റിലീസാകാൻ സാധിച്ചാൽ അത് ആ കുടുംബത്തോട് ചെയ്യുന്ന വലിയൊരു ഉപകാരമല്ലേ. അതിൻ്റെ അമ്മ എത്ര നാളായിട്ട് ആ നാട്ടിൽ പോയി കിടന്ന് ആ സ്വന്തം മകളെ ഒന്ന് അവിടെ നിന്ന് ആ ശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ അമ്മ എന്തുമാത്രം പാടുപെടുന്നു, എത്ര കഷ്ടപ്പെടുന്നു ആ അമ്മയുടെ കണ്ണുനീർ കാണാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഇത്രയും നാളും വളരെ നിമിഷങ്ങൾ മാത്രം, വളരെ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആ ശിക്ഷ നടപ്പാക്കാൻ യമൻ സർക്കാർ ബാക്കി വച്ചിരിക്കുന്ന സമയം. അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ആ നിമിഷപ്രിയ എന്ന ആ കുട്ടിക്ക് അവർക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചാൽ, അവരുടെ ശിക്ഷയിൽ നിന്ന് അവർക്ക് വിടുതൽ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചാൽ അത് ആ കുടുംബത്തോട് ചെയ്യുന്ന വലിയൊരു ഉപകാരമായിരിക്കും. ഓരോ മനുഷ്യനും ഇപ്പോൾ ബോച്ചയൊക്കെ അതിനു വേണ്ടി മുൻകൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒത്തിരി കാന്തപുരം അബൂക്കർ മുസ്ലിയാരൊക്കെ അതിനുവേണ്ടി വളരെ പ്രയത്നിക്കുന്നുണ്ട്. അവരുടെ എല്ലാം വലിയ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് അതൊരു വിജയം കണ്ടാൽ അത് അങ്ങേയറ്റത്തെ സന്തോഷം നൽകുന്നൊരു കാര്യമായിരിക്കും.